ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? കഥ പറയാൻ ഞാൻ വന്നിട്ട് കുറേ ആയി അല്ലേ? ഇന്ന് ഏതായാലും ഒരു കുഞ്ഞിക്കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാമേ. ഒരു കുഞ്ഞിനുറുമ്പും കുഞ്ഞിപ്രാവുമുള്ള കുഞ്ഞു കഥ. ഈ കുഞ്ഞു കഥ ഒരു കുഞ്ഞു കാട്ടിലാണ് കേട്ടോ. കാടെന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെ കാണും? പലതരം മൃഗങ്ങൾ, പക്ഷികൾ, ഇഴജാതികൾ, മരങ്ങൾ, പുഴകൾ, മലകൾ അല്ലേ? ഈ കാട്ടിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ കാട്ടിലെ ഒരു പുഴയുണ്ടായിരുന്നു. ആ പുഴയുടെ തീരത്ത് ഒരു മരം നിന്നിരുന്നു. ആ മരത്തിൻ്റെ ചില്ലകളിൽ ചിലതൊക്കെ ഇങ്ങനെ പുഴയിലെ വെള്ളത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം ഒരു കുഞ്ഞുറുമ്പ് ഈ മരച്ചില്ലയിലൂടെ മെല്ലെ നടന്നു വരുവാണ്. നല്ല ദാഹമുണ്ട്, അല്പം വെള്ളം കുടിക്കണം. ആ ഒരു ആഗ്രഹത്തിലാണ് ഈ ഉറുമ്പ് മെല്ലെ വരുന്നത്. കുറച്ച് സമയം മുന്നേ ഒരു മഴ പെയ്തു തോർന്നിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മഴ പെയ്ത് കഴിഞ്ഞിട്ട് ചെടികളിലും മരങ്ങളിലുമൊക്കെ ഇലകളിൽ മഴത്തുള്ളി ഇങ്ങനെ നിൽക്കുന്നത്? ഈ മഴത്തുള്ളികളിലേക്ക് ചെറിയ സൂര്യപ്രകാശം, ഈ വെയിലിൻ്റെ വെട്ടമൊക്കെ തട്ടുമ്പോൾ ഉണ്ടല്ലോ, ഈ മഴത്തുള്ളികളും വൈരക്കല്ല് പോലെ തിളങ്ങും. ചിലപ്പോൾ മഴവില്ലിൻ്റെ നിറങ്ങളും തെളിയും. നല്ല ഭംഗിയാണ് കാണാൻ. നിങ്ങളിതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനിയൊന്ന് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. മഴ പെയ്ത് കഴിയുമ്പോൾ ചെടികളിലെ ഇലകളുടെ തുമ്പിലിങ്ങനെ വെള്ളത്തുള്ളി നിൽപ്പുണ്ടോ, അതിലേക്ക് വെയിൽ തട്ടുമ്പോൾ വരുന്ന ആ ഒരു തിളക്കം ഒക്കെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഈ പുഴയിലേക്ക് വീഴാനെന്ന രീതിയിലാണ് ഈ മരത്തിൻ്റെ ഇലയിലെ ഈ മഴത്തുള്ളിയുടെ നിൽപ്പ്. ഏതായാലും നമ്മുടെ ഉറുമ്പ് ഈ വെള്ളത്തുള്ളിയുടെ അരികിലെത്തി മെല്ലെ വെള്ളം കുടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അതാ ഒരു കാറ്റ് വീശി, ഇല ഒന്നനങ്ങി. കാറ്റ് വീശി ഇല അനങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു കാണും? അതേ, വെള്ളത്തുള്ളി പുഴയിലേക്ക് വീണു. ഒപ്പം വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന പാവം ഉറുമ്പും. പുഴയിലേക്ക് വീണ കുഞ്ഞുറുമ്പ് വെള്ളത്തിൽ കിടന്ന് പിടഞ്ഞു. പാവം എന്തു ചെയ്യും? അപ്പോഴാണ് മറ്റൊരാൾ ആ കാഴ്ച കണ്ടത്. ആരാണെന്നോ? ആ മരത്തിൻ്റെ ചില്ലയിലിരുന്ന ഒരു ചെറിയ പ്രാവ്. ഉറുമ്പ് വെള്ളത്തിൽ വീണതും രക്ഷപ്പെടാൻ വേണ്ടി കൈകാലിട്ടടിക്കുന്നതും ഈ പ്രാവ് കണ്ടു. അവൾ എന്തു ചെയ്തെന്നോ? തൻ്റെ ചുണ്ടുകൊണ്ട് ആ മരത്തിൽ നിന്നും ഒരില കൊത്തി വെള്ളത്തിലേക്കിട്ടു. ഉറുമ്പ് ഇത് കണ്ട് ഒരു വിധത്തിൽ ആ ഇലയിൽ കയറി എങ്ങനെയൊക്കെയോ കരയ്ക്ക് കയറി രക്ഷപ്പെട്ടു. തൻ്റെ ജീവൻ രക്ഷിച്ച പ്രാവിനെ ഉറുമ്പ് നന്ദിയോടെ ഒന്ന് നോക്കി. പ്രാവിനും അത് കണ്ട് സന്തോഷമായി. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം നമ്മുടെ ഈ കുഞ്ഞുറുമ്പ് വീണ്ടും ഇങ്ങനെ പതുക്കെ നടന്നു വരികയാണ്. പെട്ടെന്ന് ഒരു കാഴ്ച തൊട്ട് മുമ്പിൽ കണ്ട ഉറുമ്പ് ഞെട്ടിപ്പോയി. എന്തായിരുന്നെന്നോ കാഴ്ച? ഒരു വേടൻ മരത്തിൻ്റെ പിറകിൽ ഒളിച്ചിരുന്ന് തൻ്റെ കയ്യിലെ വില്ല് കുലച്ച് ഉന്നം നോക്കുന്നു. ഉറുമ്പ് നോക്കിയപ്പോൾ വേടൻ ഉന്നം നോക്കി അമ്പെയ്യാൻ തുടങ്ങുന്നത് ആരെയാണ്? തൻ്റെ ജീവൻ രക്ഷിച്ച ആ കുഞ്ഞു പ്രാവിനെ. ഇത് കണ്ട ഉറുമ്പ് തൻ്റെ ജീവൻ രക്ഷിച്ച പ്രാവിനെ രക്ഷിക്കാൻ എന്താ വഴി എന്ന് ആലോചിച്ച് നിൽക്കാൻ സമയമില്ലല്ലോ. വേടൻ അമ്പെയ്യാൻ തുടങ്ങുകയാണ്. ഉറുമ്പ് പിന്നെ ഒന്നും നോക്കിയില്ല. വേടൻ്റെ കാലിൽ ആഞ്ഞു കടിച്ചു. ഉറുമ്പിൻ്റെ കടിയുടെ വേദന കൊണ്ട് വേടൻ പെട്ടെന്ന് കാല് ഒന്ന് കുടഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു? അതോടെ വേടൻ്റെ ഉന്നം തെറ്റി. അമ്പ് ലക്ഷ്യം തെറ്റി പ്രാവിൻ്റെ ദേഹത്ത് കൊള്ളാതെ പോയി. കാര്യം മനസ്സിലായ പ്രാവ് വേഗം അവിടെ നിന്ന് പറന്നുപോയി. തൻ്റെ ജീവൻ രക്ഷിച്ച പ്രാവിന് പ്രത്യുപകാരം ചെയ്യാൻ കഴിഞ്ഞ സന്തോഷത്തിൽ ഉറുമ്പും മെല്ലെ യാത്രയായി. കണ്ടോ, എത്ര ചെറിയ ജീവിയാണ് ഉറുമ്പ്, എന്നിട്ട് ഒരു ജീവൻ രക്ഷിച്ചു. അതുപോലെ പ്രാവും. വലുപ്പത്തിലല്ല കാര്യം, എത്ര ചെറിയവരാണെങ്കിലും അവർക്കും ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിനുള്ള മനസ്സ് വേണമെന്ന് മാത്രം. ഈ കുഞ്ഞു കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇനി വേറെ ഒരു കഥയുമായി പിന്നൊരു ദിവസം വരാമേ.